സാർ, ഈ മൗലാന മസൂദ് അസർ കാണ്ഡഹാർ വിമാനറാഞ്ചലുമായി നമ്മൾ കേട്ട പേരാണ്. ഇയാൾ വീണ്ടും പാകിസ്ഥാൻ്റെ ഏതാണ്ട് 2 പതിറ്റാണ്ടിന് ശേഷം പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് കേൾക്കുന്നു. എന്താണ് വിശദവിവരങ്ങൾ? ഇയാൾ നവംബർ 2-ാം വാരത്തിൽ ബഹവൽപൂർ, അവിടെ ഇയാൾക്ക് വലിയ ബംഗ്ലാവും നല്ല കെട്ടുറപ്പുള്ള ബംഗ്ലാവും വലിയ സൗകര്യങ്ങളും ആഡംബര കാറുകളും ഒക്കെ കൊടുത്താണ് പാകിസ്ഥാൻ താമസിപ്പിച്ചിരിക്കുന്നത്. ഇയാളെ ആഗോള ഭീകരനൊക്കെ ആയിട്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇയാൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി എന്നൊക്കെ പാകിസ്ഥാൻ കള്ളം പറയുകയൊക്കെ ചെയ്തിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ ബഹവൽപൂരിൽ നവംബർ 2-ാം വാരം ഇയാൾ പ്രസംഗിച്ചു പൊതുസമ്മേളനത്തിൽ. അതിൻ്റെ വീഡിയോയൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. കശ്മീരിൽ ജിഹാദ് നടത്തണം, കശ്മീരിൽ എന്നൊക്കെ അതിൽ അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇയാൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകര സംഘടനയാണല്ലോ, അതിൻ്റെ മേധാവിയാണ്. 21 വർഷത്തിന് ശേഷമാണ് ഇയാൾ, സാധാരണ ഇയാളുടെ ആക്ടിവിറ്റീസൊക്കെ പാത്തും പതുങ്ങിയും ഒളിച്ചും ഒക്കെയാണ്. 21 വർഷത്തിന് ശേഷമാണ് ഇയാൾ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് ഇന്ത്യ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു സംഭവമാണ്. ഇയാളെ പിടിച്ച് മുമ്പ് ഇയാൾ കശ്മീരിൽ മാത്രമല്ല ഈ ബ്രിട്ടനിലേക്കും ജിഹാദ് കയറ്റുമതി ചെയ്ത ഭീകരനാണ് ഇയാൾ. ഇയാളെപ്പോലത്തെ ഒരു വൃത്തികെട്ട ഭീകരൻ ഇപ്പോൾ ലോകത്തില്ല എന്ന് തന്നെ പറയാം. ഇയാൾ അനന്ത്നാഗിൽ വെച്ച് നമ്മൾ അറസ്റ്റ് ചെയ്ത് ഇയാളെ ജയിലിൽ പാർപ്പിച്ചപ്പോൾ ഇയാളെ വിടാൻ വേണ്ടിയിട്ടാണെന്ന് കാണ്ഡഹാറിലേക്ക് നമ്മുടെ വിമാനം ഭീകരന്മാർ റാഞ്ചി കൊണ്ടുപോയത്. അങ്ങനെ ഇയാളെ ജയിലിൽ നിന്ന് നമുക്ക് അന്ന് വിടേണ്ടി വന്നു. അപ്പോൾ ഇയാൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനാണ് എന്ന് മാത്രമല്ല, ഇയാളെ പറ്റി BBC പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടനിലേക്ക് ജിഹാദ് കയറ്റുമതി ചെയ്ത ആളാണ്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി 2019 ഇയാളെ രാജ്യാന്തര ഭീകരരുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്ര രക്ഷാസമിതി തന്നെ ചെയ്തിട്ടുണ്ട് ഇയാളെ. ഇയാൾ 1994 ആദ്യമാണ് ഈ ശ്രീനഗറിലേക്ക് യാത്ര ചെയ്തത്. പാകിസ്ഥാനിലാണെങ്കിലും ഈ കശ്മീരിലെ മൊത്തം തീവ്രവാദത്തിൻ്റെ തലതൊട്ടപ്പനാണ് ഇയാൾ. എന്നിട്ട് വ്യാജ പേരിലാണ് അന്ന് കശ്മീരിൽ ഇയാൾ എത്തിയത് 94. അത് ഈ ഹർക്കത്തുൽ അൻസാർ എന്ന് പറഞ്ഞ സംഘടനയിൽ 2 വിഭാഗം തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു. ഈ തർക്കം പറഞ്ഞു തീർക്കാനാണ് അയാൾ വന്നത്. ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമി എന്ന് പറഞ്ഞൊരു വിഭാഗം, ഹർക്കത്തുൽ മുജാഹിദ്ദീൻ മറ്റേ വിഭാഗം. ഇവർ തമ്മിലുള്ള തർക്കം പറഞ്ഞു തീർക്കാനാണ് എത്തിയത്. അപ്പോൾ അന്ന് 1994 ഫെബ്രുവരിയിൽ അനന്ത്നാഗിലെ ഖനാബാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇയാളെ പിടിച്ച് ജയിലിലിട്ടു. നമ്മൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു 12 രാജ്യങ്ങളിൽ നിന്ന് കശ്മീരിനെ വിമോചിപ്പിക്കാൻ ഭടന്മാർ, ഇസ്ലാമിക ഭടന്മാർ പുറപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ ഇന്ത്യക്ക് മറുപടി തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇയാളെ ശ്രീനഗർ കന്റോൺമെൻറ്റിൽ ബദാമി ബാഗ് കന്റോൺമെൻറ്റിലാണെന്ന് പാർപ്പിച്ചിരുന്നതുമൊക്കെ. അത് കഴിഞ്ഞ് ഇയാളെ തീഹാർ ജയിലിൽ കൊണ്ടുവന്നു, ജയിലിലിട്ടു. അത് കഴിഞ്ഞ് 95 അടുത്ത കൊല്ലം 6 വിദേശ ടൂറിസ്റ്റുകളെ ജമ്മു കശ്മീരിൽ തട്ടിക്കൊണ്ടുപോയി ഭീകരന്മാർ. ആ തട്ടിക്കൊണ്ടുപോയത് ഇയാളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ അൽ ഫറാൻ, അതായത് ഹർക്കത്തുൽ മുജാഹിദ്ദീൻ്റെ തന്നെ വേറൊരു പേരാണ്. അൽ ഫറാൻ ഭീകരരാണ്, പോരാളികളാണെന്നൊക്കെ അവർ അവകാശപ്പെട്ടു. അത് കഴിഞ്ഞ് അവരുടെ ഡിമാൻഡിൽപ്പെട്ടതായിരുന്നു മസൂദ് അസറിനെ മോചിപ്പിക്കുക എന്നുള്ളത്. അവരെയൊക്കെ നമ്മൾ പിന്നീട് പിടികൂടുകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവരെ കാണാതെയും ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 1999, 4 കൊല്ലത്തിന് ശേഷമാണ് ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 814 ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് കാണ്ഡഹാറിലേക്ക് റാഞ്ചി കൊണ്ടുപോയത്. അപ്പോൾ അതും മസൂദ് അസറിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഫ്ലൈറ്റിൽ എൻ്റെ നാട്ടുകാരൻ ഒരാളുണ്ടായിരുന്നു. ശരി. അപ്പോൾ
കാഠ്മണ്ഡു, നേപ്പാളിലെ കാഠ്മണ്ഡുവിലേക്ക് പോകുന്ന വഴിക്കാണ്, ഡൽഹിയിൽ നിന്നുള്ള വഴിക്ക് റാഞ്ചി കൊണ്ടുപോയത്. ലാഹോറിൽ കൊണ്ടിറക്കി കാണ്ഡഹാറിൽ വെച്ചിട്ടാണല്ലോ പിന്നെ നെഗോഷിയേറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ സർക്കാരും ഒക്കെ, പിന്നെയും വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇയാളിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പ്രസംഗത്തിൻ്റെ ഓഡിയോ വന്നിരിക്കുന്നത്, ഈ 21 കൊല്ലം പഴയ ഓഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് JEM പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇയാളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇയാളുടെ തന്നെ സംഘടനയിലെ കുറേ വിമതന്മാർ മുമ്പ് ഈ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിനെ, പട്ടാള മേധാവിയായിരുന്നു, അയാളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ പിന്നെ ഇയാൾക്ക് വലിയ നിൽക്കക്കള്ളിയിൽ ഇല്ലാതായി, കുരുക്കിൽപ്പെട്ടു. അങ്ങനെയാണ് ഇയാൾ കുറെ കാലം പമ്മിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ISI, അവിടുത്തെ പട്ടാള ഇന്റർ സ്റ്റേറ്റ് ഇൻ്റലിജൻസ്, ഇന്റർ സർവീസ് ഇൻ്റലിജൻസ്, അവർ വീണ്ടും ഇയാളെ രംഗത്തിറക്കിയിരിക്കുന്ന അവരുടെ ഒരു അസറ്റായിട്ടാണ് ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നവംബർ 2-ാം വാരത്തിൽ ഇപ്പോൾ ഇയാളുടെ ഈ പ്രസംഗം വന്നിരിക്കുന്നത്, ഇയാളുടെ ഒരു ബഹാവൽപൂറിൽ ഇയാളുടേതായ ഒരു സെമിനാരി ഉണ്ട്, യുവാക്കളെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത്, ഉമ്മുൽ ഖുറ സെമിനാരി. അതിൻ്റെ കൂടെ മോസ്കോ ഒക്കെ ഉണ്ട്. അതിൻ്റെ പുറത്താണ് ഈ പൊതുസമ്മേളനമൊക്കെ നടത്തി പ്രസംഗിച്ചത്. 1 മണിക്കൂറോളം പ്രസംഗിച്ചു. ഇന്ത്യക്കും ഇസ്രയേലിനുമെതിരെ യുദ്ധം ചെയ്യണം എന്നാണ്, ജിഹാദ് നടത്തണം എന്നാണ് അയാൾ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടത്. നറി തക്ബീർ എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളികളോടുകൂടിയൊക്കെയാണ് പൊതുസമ്മേളനം തുടങ്ങിയത്. ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാനായിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് യുവാക്കളോട് ഇയാൾ ആവശ്യപ്പെട്ടു. 1924-ലാണല്ലോ ഈ ഖിലാഫത്ത് ഇല്ലാതായത്. തുർക്കി മറ്റേ തുർക്കി ഖലീഫയൊക്കെ പുറത്താക്കി, മറ്റേ സഖ്യകക്ഷികൾ പുറത്താക്കി. അങ്ങനെയാണ് ഖിലാഫത്ത് ഇല്ലാതാവുന്നത്. ഇത് നമുക്ക് പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യം ഇയാൾ ഉന്നയിച്ചു. കാരണം അത് മനഃപൂർവ്വം പറഞ്ഞതാണോ എന്ന് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 1924-ലാണല്ലോ ഇല്ലാതായത്, ഇത് ശതാബ്ദി വർഷം. അപ്പം അതുകൊണ്ട് മനഃപൂർവ്വമാണ് ഈ ഖിലാഫത്ത് പ്രശ്നം ഉന്നയിച്ചതെന്ന് അറിഞ്ഞുകൂടാ. ഇയാളുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഭീകരമായ കാര്യമാണ്. ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, പ്രസംഗത്തിൻ്റെ ഭാഗം: അല്ലാഹുവിലും ജിഹാദിലും വിശ്വസിക്കാത്ത ഭീരുക്കളായ ഭരണാധികാരികൾ നമ്മെ കശ്മീരിലും പലസ്തീനിലും മറ്റു മുസ്ലിം ഭൂമികളിലും തോൽപ്പിച്ചു. ഒന്നും മാറാൻ പോകുന്നില്ല. അമേരിക്ക ലോകം ഭരിക്കുമെന്ന് അവർ കരുതുന്നു. ഖുർആൻ പ്രകാരം 309 വർഷം മാറാനായിട്ട് സമയമെടുക്കും. 309 വർഷം ഖുർആനനുസരിച്ച് കാര്യങ്ങൾ മാറിമറിയാൻ 350 വർഷം എടുക്കാം. ചിലപ്പോൾ 1000 വർഷം എടുക്കാം. ചിലപ്പോൾ മിനിറ്റുകൾ കൊണ്ടും ലോകം മാറിമറിഞ്ഞു എന്ന് വരും. അല്ലാഹു വിചാരിച്ചാൽ അതൊക്കെ നടക്കും. മോദിയെപ്പോലൊരു ഭീരു നമ്മെ വെല്ലുവിളിക്കുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. മോദിയെപ്പോലൊരു ഭീരു നമ്മെ വെല്ലുവിളിക്കുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. നെതന്യാഹുവിനെ പോലൊരു എലി നമ്മുടെ കുഴിമാടങ്ങൾക്കുമേൽ നൃത്തം ചെയ്യുന്നു. ബാബറി മസ്ജിദ് പുനഃസ്ഥാപിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ 300 പേരില്ലേ ചോദിക്കുകയാണ് ആ തടിച്ചുകൂടിയ യുവാക്കളോടുമൊക്കെ. ശക്തമായ തോക്കുകളുമായി നിങ്ങളെ ഞാൻ കശ്മീരിലേക്ക് വിടാം. TV അവതാരകർ വിറയ്ക്കും. മഹാനായ അഫ്ഗാൻ നേതാവ് സുരാജുദ്ദീൻ ഹക്കാനി എന്നോട് പറഞ്ഞു അദ്ദേഹം ഒരു സ്വപ്നം കണ്ടതായി. അദ്ദേഹത്തിൻ്റെ പട്ടാളം പലസ്തീനിലേക്ക് പോകുന്നതായി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പോഴാകട്ടെ ജയ്ഷെ മുഹമ്മദ് അദ്ദേഹം എത്തുന്നതിന് മുമ്പേ അവിടെയുണ്ട്. ഇതാണ് അദ്ദേഹം കണ്ട സ്വപ്നം. അതുപോലെ കശ്മീരിൽ ജിഹാദ് നടക്കുന്നുമൊക്കെ ഈ ഹക്കാനിയുടെ സ്വപ്നത്തിൽ. ഈ സിറാജുദ്ദീൻ ഹക്കാനി ഈ അഫ്ഗാൻ്റെ ഡെപ്യൂട്ടി മേധാവിയാണ്, അയാൾ ഉപമേധാവി, താലിബാൻ്റെ ഉപമേധാവിയാണ്. അയാൾ സ്വപ്നം കണ്ടു എന്ന്. പക്ഷേ എന്ന്
ഹക്കാനി ഈയിടെ എന്നോട് പറഞ്ഞു എന്ന് ഇയാൾ അസർ അവകാശപ്പെട്ടു പ്രസംഗത്തിൽ. പക്ഷെ പിന്നീട് ഹക്കാനിയായിട്ട് ബന്ധപ്പെട്ട ഒരാൾ അങ്ങനെ ഒരു സ്വപ്നമൊന്നും കണ്ടതായിട്ട് ഹക്കാനി പറഞ്ഞിട്ടില്ല എന്നത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളം ഈ അസറിനെ തുണച്ചാണ് ഇപ്പം നിൽക്കുന്നത്. ഇയാളുടെ ഈ പുൽവാമ ആക്രമണം നടന്നല്ലോ, അതെ, ഭീകരന്മാർ നമ്മുടെ പട്ടാള കോൺവോയൊക്കെ ആക്രമിച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് വലിയ വിഷയം, അതൊരു ആഗോള വിഷയമായി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ ഇയാളുടെ സ്ഥലം പിടിച്ചതായിട്ടും പിടിച്ചടക്കിയതായിട്ടൊക്കെ പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ അവിടെ പുതിയ കെട്ടിടങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട് ബഹാവൽപൂരിൽ ഇയാളുടെ ആ വളപ്പിൽ. 2022 ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ പോയി എന്നും പാകിസ്ഥാൻ നുണ പറഞ്ഞിരുന്നു. ഇയാൾ പാകിസ്ഥാൻ്റെ അകത്തും ബഹാവൽപൂരിലും ഉണ്ട്. 2020 താലിബാൻ മറ്റേ 2020 പോയ 2021 അമേരിക്ക പോയല്ലോ. അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ജെയ്ഷെ മുഹമ്മദ് കാശ്മീരിൽ ഭീകരന്മാരെ നൊഴിഞ്ഞു കയറ്റാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഇവർക്ക് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അമേരിക്കൻ നൈറ്റ് വിഷൻ ഉള്ള സംവിധാനങ്ങൾ ഒക്കെ കിട്ടുന്നത്, വെടിവെക്കാനും ഒക്കെ. അതുപോലെ M4 അസോൾട്ട് റൈഫിൾ കിട്ടുന്നതൊക്കെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക ഇട്ടിട്ട് പോയതും ഒക്കെയാണ് ഇപ്പോൾ ഇവർ കശ്മീരിലൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ പീപ്പിൾസ് ആൻറ്റി ഫാസിസ്റ്റ് ഫോഴ്സ് PAFF എന്ന് പറഞ്ഞൊരു സേന ഇവരുടെ ഇപ്പോൾ ജമ്മു കാശ്മീരിലുണ്ട്. ഈ PAFF പീപ്പിൾസ് ആൻറ്റി ഫാസിസ്റ്റ് ഫോഴ്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് സംഘടനയാണെന്ന് തോന്നും. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു നിഴൽ സംഘടനയാണത്. അവരും ഉണ്ട്. ഈ ദിയോബന്ദികളുമൊക്കെ ആയിട്ട്, ഉത്തർപ്രദേശിലെ ദിയോബന്ദികളുമൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അൽ-ഖ്വയ്ദയുമായിട്ട് ബന്ധമുണ്ട്. ആദ്യകാലത്ത് ഈ ജെയ്ഷെ മുഹമ്മദിന് ഒസാമ ബിൻ ലാദൻ ഫണ്ടും കൊടുത്തിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കശ്മീരിൽ നമ്മൾ ജിഹാദ് നടത്തണം എന്ന് പറഞ്ഞിട്ട് ഈ അസർ മൗലാന മസൂദ് അസർ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു. എന്തായാലും നമുക്ക് ഭീഷണിയാണെന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? പിന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.